വിട്ടുവീഴ്ച മനോഭാവം, കോംപ്രമൈസ് ആളുകൾക്കിടയിൽ നല്ല ഒരു ആശയവിനിമയം സാധ്യമാക്കുന്നു. ആളുകളോട് എമ്പതിയോടുകൂടി സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. പ്രശ്നങ്ങളെ ക്രിയേറ്റീവായി സമീപിക്കാനും അതിന് നല്ല പരിഹാരം കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്നു. അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്നതിലൂടെ നല്ല ദൃഢമായ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം, കോംപ്രമൈസ് നമ്മളെ സഹായിക്കുന്നു. അതിലൂടെ ഇന്നർ പീസ്, നല്ല മനസ്സമാധാനം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം നാം ശീലിക്കുക. അത് നല്ല ഒരു വ്യക്തിത്വമായി നമ്മൾ രൂപപ്പെടാൻ നമ്മളെ സഹായിക്കും. നല്ല ഒരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കാൻ മറ്റുള്ളവരുമായി വിട്ടുവീഴ്ച മനോഭാവം നാം സ്വീകരിക്കുക. അത് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 വീഡിയോകളിലായി നമ്മൾ 9 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മളാണ് ആദ്യമായി നമ്മളൊരു നല്ല വ്യക്തിത്വമാണ് എന്ന് തീരുമാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും. നമ്മൾ നല്ല ഒരു വ്യക്തിത്വമാണ് എന്ന് നാം തീരുമാനിക്കുന്നതോടെ നല്ല വ്യക്തിത്വമായി മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളിൽ നിന്ന് തന്നെ ഒരു പ്രചോദനം ഉണ്ടാകും. ജീവിതത്തിൽ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളെയും, തീരുമാനിച്ച എല്ലാ കാര്യങ്ങളെയും യാതൊരു മടിയുമില്ലാതെ ഉന്മേഷത്തോടു കൂടി വർക്ക് ഹോളിക്കായിക്കൊണ്ട് കാര്യങ്ങളെ പൂർത്തീകരിക്കുക. ആരോടും കുശുമ്പും കുന്നായ്മയും അസൂയയും ഒന്നുമില്ലാതെ എല്ലാവരോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. ആരെയും ഒറ്റനോട്ടത്തിൽ ജഡ്ജ് ചെയ്യാതെ വിലയിരുത്താതിരിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹമെന്നത് ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനും മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാകാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുകയും ആ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യുക. നാം പറയുന്നതാണ്, നാം ചെയ്യുന്നതാണ്, നമ്മൾ മാത്രമാണ് ശരി എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാതെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസികാവസ്ഥ രൂപീകരിച്ചെടുക്കുക. എല്ലാവരോടും ക്ഷമയോടുകൂടി പെരുമാറുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. നാം ഒരു വാക്കു പറഞ്ഞാൽ അത് പാലിക്കുക. പാലിക്കപ്പെടാൻ സാധ്യതയുള്ള വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. പറഞ്ഞ വാക്ക് പാലിക്കുക. എല്ലാവരോടും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പെരുമാറുക തുടങ്ങിയ 9 കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തത്. 10ാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധ്യമായ എല്ലാ മേഖലയിലും വിട്ടുവീഴ്ച മനോഭാവം കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കുക എന്നതാണ്. ഈ 10 വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം കരഗതമാക്കാനുള്ള കാര്യങ്ങളാണ് പൊതുവെ നമ്മുടെ ഈ ചാനലിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ഈ മെസ്സേജ് ആളുകളിലേക്ക് എത്തട്ടെ. അതുമാത്രമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. വിട്ടുവീഴ്ച ചെയ്യുക എന്നത് ഒരിക്കലും വിട്ടുകൊടുക്കലോ അടിയറവ് പറയലോ ഒന്നുമായി നാം കരുതാതെ ഒരു തർക്കത്തിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പൊസിഷനിൽ നാം നിൽക്കുക, ഒരു ഗ്രൗണ്ടിൽ നാം നിൽക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഗുണകരമായ ഒരു നന്മയ്ക്കു വേണ്ടി നാം അത് വിട്ടുവീഴ്ച ചെയ്യുന്നു, നമ്മൾ ആ പൊസിഷൻ സ്വീകരിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ ഗുണകരമായ നല്ല ഒരു മാറ്റത്തിന് വേണ്ടി തർക്കങ്ങൾ ഒഴിവാക്കി ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാമൂഹ്യ ജീവിയായ നമുക്ക് ജീവിതത്തിൽ ഉന്നമനവും ഉയർച്ചയും വേണമെങ്കിൽ സമൂഹത്തിന്റെ സപ്പോർട്ട് വേണം. ധാരാളം ആളുകളുടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും അഭിപ്രായത്തെയും അവരുടെ സാഹചര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കി ആ മനസ്സിലാക്കലിൽ നിന്ന് അവരെ കൂടി ഇൻക്ലൂസ് ചെയ്യുന്നതിന് വേണ്ടി, ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി
നാം അല്പം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ മേഖലയിലും വിട്ടുവീഴ്ച ചെയ്യുക എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് നമുക്കൊക്കെ കഴിയട്ടെ എന്നതാണ് നമ്മൾ ഈ വിഷയം മുന്നോട്ട് വെക്കുന്നതിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മൾ ഇരുകൂട്ടരും വാശി പിടിച്ചുകൊണ്ട് നമ്മളാണ് പറഞ്ഞത് ശരിയാണ്, എനിക്കൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, എൻ്റെ ഭാഗം ക്ലിയർ ആണ്, എനിക്കത് കിട്ടിയേ തീരൂ, അല്ല എങ്കിൽ ഇത് അംഗീകരിച്ചേ തീരൂ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു തർക്കം രൂപപ്പെടുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അല്പം വിട്ടുവീഴ്ച ചെയ്താൽ നമുക്കൊരു നഷ്ടമില്ലാത്തതാണ് എങ്കിൽ പോലും ചില ഈഗോയുടെ പുറത്ത് നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുന്നതിന് പകരം അവിടെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം, ഒരു കോംപ്രമൈസിന് തയ്യാറായാൽ അവിടെ ആ ഒരു വലിയ കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം, ഒരു തർക്കം ഒഴിവാക്കാൻ അതിലൂടെ സാധിക്കുകയും ആ ബന്ധങ്ങൾ, അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. നമ്മുടെ റിലേഷൻഷിപ്പിലെ പല പ്രശ്നങ്ങളും വിട്ടുവീഴ്ചകളില്ലാത്തത് കൊണ്ടാണ്. അത് ഫാമിലിയിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും സമൂഹത്തിലായാലും സംഘടനകളിലൊക്കെയാണ് എങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള യാതൊരു തകരാറുകളും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ചെറിയ വിട്ടുവീഴ്ചകൾക്ക് പോലും ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഡിവിഷനുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പായി പിരിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പരസ്പരം ശത്രുതാ മനോഭാവത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് ഈ ശത്രുതാ മനോഭാവത്തിലേക്ക് നീങ്ങാതിരിക്കുക എന്ന നന്മയ്ക്ക് വേണ്ടി നമുക്ക് സാധ്യമായിട്ടുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ നാം ശ്രമിച്ചാൽ, നമുക്ക് സാധ്യമായിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവം നാം രൂപപ്പെടുത്തിയെടുത്താൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടും. അതിലൂടെ ഒരു ടീം വർക്ക് രൂപപ്പെടുകയും ആ ടീമിനെ തകർക്കാനോ ആ ടീമിനെ നശിപ്പിക്കാനോ മറ്റാർക്കും കഴിയില്ല എന്ന് മാത്രമല്ല, ഒത്തുപിടിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാമെന്ന് പറയുന്നത് പോലെ, ഏതു സാഹചര്യത്തെയും ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് ഈ നല്ല ടീം വർക്കിലൂടെ, കൊളാബറേഷനിലൂടെ നമുക്ക് കഴിയും. അതുകൊണ്ട് നാം ഒരു തർക്കമില്ലാതിരിക്കാൻ, നല്ല ഒരു ടീം ബിൽഡിങ്ങിന് വേണ്ടി, നല്ല ഒരു സംഘടനയ്ക്ക് വേണ്ടി, നല്ല ഒരു സംഘമായി തീരുന്നതിന് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ മറ്റു കാഴ്ചപ്പാടുകളെ ഒക്കെ നമുക്ക് നഷ്ടമില്ലാത്ത വിധത്തിൽ കോംപ്രമൈസ് ചെയ്യുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ താല്പര്യങ്ങളെ കൂടി സംരക്ഷിച്ചെടുക്കാനുള്ള ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിയായി മാറാൻ കഴിയും. അതിലൂടെ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുകയും അത് നമ്മളെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളെ, തെറ്റുകളെ, കോൺഫ്ലിക്റ്റുകളെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള, ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ, ഒരു തുറന്ന സംസാരത്തിലൂടെ, മറ്റുള്ളവരുടെ മനസ്സിലാക്കലുകളിലൂടെ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും അഭിപ്രായത്തെയും മാനിക്കുന്നതിലൂടെ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയും. ആ വിട്ടുവീഴ്ചകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം നാം അറിഞ്ഞുകൊണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. അതൊരു സ്കില്ലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പ്രാക്ടീസുകളിലൂടെയാണ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക എന്ന ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഒരു നല്ല വ്യക്തിത്വമാക്കി മാറ്റാൻ ശ്രമിക്കുക. അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ 10 വീഡിയോകളിലായി നാം പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന, നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന 10 കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഫീഡ്ബാക്കുകളിൽ വന്നതിൽ
മുഴുവനും പോസിറ്റീവായിട്ടുള്ള പ്രചോദനാത്മകമായിട്ടുള്ള ഫീഡ്ബാക്കുകളാണ്. ഫോണിൽ ബന്ധപ്പെട്ടവർ, വാട്സപ്പിൽ ബന്ധപ്പെട്ടവർ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റായി നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പിലുമൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കുക. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കിനെയും വളരെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ആരംഭിച്ച ഒരു ചാനലാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ പുഷ്കലമാക്കാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.